തീർച്ചയായും അവിടെ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാണ് നമുക്കൊപ്പം. രഞ്ജിത്ത്, ആ ശുഭമുഹൂർത്തത്തിൽ രാംലല്ല മിഴി തുറന്നിരിക്കുകയാണ്. രാമൻ അയോധ്യയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചരിത്ര നിമിഷമാണ് കടന്നുപോയത്. പ്രധാനമന്ത്രി ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങിയ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമാണ് നമ്മൾ കണ്ടത്. അതിനിടയിലാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രേണുക, രാമമന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ രാജ്യത്തെ പൗരപ്രമുഖരെ സാക്ഷി നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രധാന യജമാനായി മാറിയത്. നമുക്കറിയാം, പ്രാണപ്രതിഷ്ഠകൾ പൂർണ്ണമായിരിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിലാണ് ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ പൂർത്തിയായത്. രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണ് മൂടിക്കിട്ടിയ തുണി അഴിച്ചു മാറ്റിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇതിന് പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. മുഖ്യ യജമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീകോവിലിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു. കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതൻ. കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലും അയോധ്യയിലെങ്ങും ഉത്സവാന്തരീക്ഷമായിരുന്നു. പ്രൗഢഗംഭീരമായ ആചാരപരമായ താന്ത്രികപരമായ ചടങ്ങുകൾക്കാണ് അയോധ്യ സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ ഈ പറഞ്ഞതുപോലെ രാംലല്ലയുടെ പ്രതിഷ്ഠ അത് പൂർത്തിയായിരിക്കുന്നു. നാളെ മുതലാണ്, നമുക്കറിയാം 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹമാണിത്. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണ്. ഇപ്പോൾ രാജ്യം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ രാമന്റെ ഈ വിഗ്രഹത്തിന്റെ ചിത്രം ഇങ്ങനെ പറന്ന് പ്രചരിക്കുകയാണ്. നിരവധി ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നു. എല്ലാവരും കാത്തിരുന്ന നിമിഷമായിരുന്നു രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ പൂർണ്ണരൂപം അത് ഈ പ്രതിഷ്ഠയോടുകൂടി കാണുക എന്നുള്ളത്. അങ്ങനെ രാംലല്ലയുടെ വിഗ്രഹമടക്കമുള്ളവയും നേരത്തെയുള്ള രാംലല്ല വിഗ്രഹമടക്കം ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹമടക്കം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഭരതനും ഇവിടെ പ്രതിഷ്ഠ ഉണ്ടാകും. അങ്ങനെ 4ഓളം പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അത് അനുവദിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ യോഗി ആദിത്യനാഥ്, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ രാംലല്ല ഒടുവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ മുഖ്യ യജമാനായ നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകിയത്. നമുക്കറിയാം, ഓരോ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ നമ്മളൊരു സാക്ഷ്യം വഹിച്ചവർ കൂടിയാണ്. രാമമന്ത്രധ്വനികളാൽ മുഖരിതമായിരുന്നു അന്തരീക്ഷം. അങ്ങനെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിൽ പുഷ്പവൃഷ്ടി നടത്തുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. അയോധ്യയിലെങ്ങും നേരത്തെ പറഞ്ഞതുപോലെ പൂക്കളാലും വിളക്കുകളാലും അലങ്കരിക്കപ്പെട്ട പാതയോരങ്ങളാണ്. അവിടെ 100 മീറ്ററുകളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ചടങ്ങുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ചടങ്ങിലൂടെ ഇപ്പോൾ രാംലല്ല പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ആഘോഷ പരിപാടികൾ ഇനിയും തുടരും. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന സംസാരിക്കും. അതിനുശേഷം ഒരു പൊതുസമ്മേളനവുമുണ്ട്. പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക. പിന്നീട് കുബേർ തില എന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ക്ഷേത്ര ദർശനം കൂടി അദ്ദേഹം നടത്തും എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോഴും ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, വലിയ ആവേശത്തിലാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. ഇന്ത്യ മുഴുവൻ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കേരളത്തിലും വലിയ ആഘോഷ പരിപാടികളുണ്ട്. ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാകും ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണ രൂപം എന്നുള്ളതാണ്. ക്ഷേത്ര ട്രസ്റ്റാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇവിടെ നിശ്ചയിക്കുക ചെയ്യുന്നത്. നാളെ മുതൽ 23 മുതൽ ഭക്തർക്ക് ഇവിടേക്ക് ദർശനം അനുവദിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. ഇതിനുശേഷം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾക്കായുള്ള ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കും. നമുക്കറിയാം, അമിതാഭ് ബച്ചൻ അടക്കമുള്ള ഇന്ത്യയിലെ പൗരപ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ദർശനത്തിനുള്ള അവസരം ഉണ്ടാകും.